ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ പരിശുദ്ധ ദേവാലയത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ നമുക്കിടയാകുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കാം. കാലചക്രത്തിൻ്റെ തിരിവിൽ നാം മറ്റൊരു മഴക്കാലം, ഒപ്പം കർക്കിടക മാസം അതിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. മഴ ആവശ്യമാണ്. അത് ഭൂമിയെ തണുപ്പിക്കുന്നതാണ്, മനസ്സിനെ ശാന്തമാക്കുന്നതാണ്. കർക്കിടക മാസം അതുകൊണ്ട് തന്നെ മറ്റൊന്നും നടക്കാത്ത, വലിയ കൃഷികൾ നടക്കാത്ത, മറ്റ് അത്യാവശ്യങ്ങൾ ഒരു പക്ഷേ ഇല്ലാത്തൊരു കാലഘട്ടമായി കാണുകയും അതിനെ കേരളത്തിലെ പ്രബലമായ എല്ലാ മതങ്ങളും കൂടുതൽ ധ്യാനത്തിൻ്റെ കാലമായി കാണുകയും കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. രാമായണ മാസം എന്ന് അതിനെ ഹൈന്ദവ സഹോദരങ്ങൾ വിളിക്കാറുണ്ട്. വേദവായനയ്ക്കും ധ്യാനത്തിനും മനനത്തിനും കൂടുതൽ സമയം മാറ്റിവെക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ കാലങ്ങളെ ഒന്നും തിരിച്ചറിയാതെയാണ് പലപ്പോഴും നമ്മുടെ യാത്രകൾ എന്നുള്ളത് നാം ഓർക്കണം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നാം വലിയ അപകടങ്ങളിൽ ചെന്ന് പെടാറുണ്ട്. പ്രകൃതി അതിൻ്റെ അവകാശമാണ്. ചിലപ്പോൾ അത് മൃദുഭാവത്തിലായിരിക്കും, ചിലപ്പോൾ അത് രൗദ്ര രൂപത്തിലായിരിക്കും. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് പ്രതികരിക്കുവാൻ നമുക്കിടയാകണം. ഒരു ചെറിയ ജലപ്രവാഹത്തെ നാം അരുവി എന്ന് വിളിക്കുമ്പോൾ അത് വലുതാകുമ്പോൾ അത് പ്രളയജലമായി മാറും. ഇതൊക്കെ നമുക്ക് അനുഭവമുള്ളതാണ്. ഇത് ചെറിയ ചൂട്, ഊഷ്മാവ്, തീ നമുക്ക് സുഖം തരുമ്പോൾ അത് വലിയ അഗ്നിഗോളങ്ങളായി കഴിയുമ്പോൾ ഭാരവും പ്രയാസവും ഉണ്ടാകും. പഞ്ചഭൂതങ്ങൾ എല്ലാം അപ്രകാരമാണ്. ഇതിലേറ്റവും മൃദുഭൂതമാണ്, ദ ലൈറ്റസ്റ്റ് എലമെൻ്റാണ് വാട്ടർ എന്ന് പറയും. വാട്ടർ, എർത്ത്, ഫയർ, എയർ ആൻഡ് ഈത്തർ, ഇതൊക്കെ ഇതിൻ്റെ മൃദുഭാവത്തിൽ ദൈവകൃപയാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. നാം വിശാലമായിട്ട് പ്രകൃതിയിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മഹാരൂപങ്ങൾ എല്ലായിടത്തും നമുക്ക് കാണുവാൻ കഴിയും. കണ്ണ് തുറന്ന് നോക്കുന്നവൻ ഇതെല്ലാം കാണാൻ കഴിയും. അങ്ങനെ കൺതുറന്ന് നോക്കുന്നവൻ നിശ്ചയമായിട്ടും അവയെ സൃഷ്ടിച്ച പിതാവിനെ സ്തോത്രം ചെയ്യും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് നാം വിളിക്കും. അതല്ല, ഇതൊന്നും അറിയാത്തവൻ ദൈവമില്ല എന്ന് പറയുന്ന മൂഢനാണ് എന്ന് വചനം നമ്മെ പ്രത്യേകമായി ഓർപ്പിക്കുന്നുണ്ട്. വചനധ്യാനത്തിന് പ്രത്യേക കാലമൊന്നുമില്ല. നമ്മുടെ എല്ലാ യാമങ്ങളിലും എല്ലായ്പ്പോഴും നാം വചനധ്യാനത്തിന് കടപ്പെട്ടവരാണ്. ജീവന്റെ വചനം വായിക്കുന്നില്ല എങ്കിൽ നമ്മിൽ ജീവൻ ഇല്ല എന്നുള്ളതാണ്. ജീവന്റെ വചനം വായിക്കുകയും അതിൽ അധിഷ്ഠിതമായ നമ്മുടെ പ്രാർത്ഥനകൾ, കൗമാകൾ, യാമപ്രാർത്ഥനകൾ, നിശ്ചിതമായിരിക്കുന്ന നോമ്പുകൾ, ക്രമങ്ങൾ ആ വിധത്തിൽ നാം ശീലിക്കുകയും ചെയ്യുമ്പോൾ അതിമനോഹരമായ ഒരു ജീവിതക്രമമാണ് നമുക്കുണ്ടാകുന്നത്. അവിടെയാണ് കൂദാശകൾക്ക് അതിൻ്റെ പരിപൂർണ അർത്ഥം ലഭിക്കുന്നത്. അല്ല എങ്കിൽ നമ്മുടെ ജീവിതം തന്നെ അർത്ഥമില്ലാത്ത, നിരർത്ഥകമായ ഒരു വ്യാപാരമായി പരിണമിക്കുമെന്ന് ഓർക്കണം. അത്തരത്തിലുള്ള അപകടങ്ങളിൽ ചെന്നുപെടുന്നവരുടെ ഒരു അനുഭവമാണ് ഇന്ന് വിശുദ്ധ എവൻഗേലിയോനിൽ കർത്താവ് പറയുന്നത്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള 5 വാക്യങ്ങൾ ഒരുപക്ഷെ
സുവിശേഷങ്ങളിൽ ഏറ്റവും നാം എത്ര കേട്ടാലും ആചരിക്കുവാൻ സാധിക്കാതെ പോകുന്നൊരു ഭാഗമാണ് ഇത്. കാരണം ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ മുഖ്യ ആസനങ്ങൾ തിരഞ്ഞെടുക്കരുത്. നിങ്ങൾ ക്ഷണിക്കപ്പെട്ടവരായിരിക്കാം, എന്നാലും നിങ്ങൾ മുഖ്യാസനങ്ങൾ തിരഞ്ഞെടുക്കരുത്. ഞാനാണ് ഏറ്റവും വലിയവൻ, ഉന്നതൻ എന്ന ഭാവം ഒരിക്കലും നിന്നിൽ ഉണ്ടാകരുത്. നീ സ്വയം വിനയപ്പെടണം. ശുദ്ധമദ്ബഹായിലെ ശുശ്രൂഷ മുതൽ പട്ടത്വത്തിൻ്റെ ഓരോ പടികളും കയറുമ്പോൾ അമാലോകിയായിൽ അന്ന് നടത്തുന്ന പ്രത്യേക പ്രസംഗത്തിൽ സ്ഥാനാർത്ഥിയെ ഓർപ്പിക്കുന്നത്, നീ ദൈവസന്നിധിയിൽ കളങ്കമില്ലാത്തവനായിരിക്കണം. അഹങ്കാരം എന്ന പൈശാചിക ഭാവം നിന്നിൽ അശേഷം ഉണ്ടാകരുത്. അതുണ്ടാകുന്ന നിമിഷം നീ സാത്താൻ്റെ സന്തതിയായിത്തീരും. സകലവും വെളിപ്പെട്ടതിന് ശേഷം ദൈവകൃപയ്ക്ക്, ദൈവ പദ്ധതിക്ക് എതിരായി സ്ലീഹന്മാരിൽ തലവൻ നിൽക്കുമ്പോൾ സാത്താനെ നീ ചിന്തിക്കുന്നത് ദൈവീകമല്ല, മാനുഷികമാണ്, പൈശാചികമാണ് എന്നാണ് പറയുന്നത്. മാനുഷികമൊന്നുമല്ല, പൈശാചികമാണ്. അതുകൊണ്ട് യു ആർ കോൾഡ് സൈറ്റൻ. അതുകൊണ്ട് അഹങ്കാരം കൂടാത്ത ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വയം വലിയവനാകാതെ വിനയത്വത്തിലേക്ക്, താഴ്മയിലേക്ക് ഇറങ്ങി വരുന്ന ക്രിസ്തുഭാവം, സ്നേഹത്തിൻ്റെ ഭാവം എന്നിലുണ്ടാകണമേ എന്ന് ഈ പരിശുദ്ധൻ്റെ കബറിടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്കിടയാകണം. നമ്മുടെ പിതാക്കന്മാരെല്ലാം അങ്ങനെയായിരുന്നു. ഇന്ന് കാണുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലത്താണ് പരിശുദ്ധ പരുമല തിരുമേനി ഈ ലോകത്ത് ജീവിച്ചതും വർത്തിച്ചതും. എന്നിലേക്ക് വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സർവ്വലോകത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം സമയം കണ്ടെത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ അടിസ്ഥാന കാരണമായി അന്നും ഇന്നും നാം മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഈ ഭാഗം നമുക്ക് വളരെ ഹൃദ്യസ്ഥമാണ്, അതുകൊണ്ട് അത് ആവർത്തിച്ച് വായിക്കേണ്ട ആവശ്യമില്ല. നീ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ അവിടെ ശാന്തനായി ചെല്ലുക. ആദ്യം കാണുന്ന ഏറ്റവും പുറകിലെ ഒരു സീറ്റിലിരിക്കുക. അപ്പോൾ നിനക്ക് മുൻപിലെ സീറ്റാണ് നിനക്ക് അസൈൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ നിന്നെ അങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ട് പോകാൻ ആൾ വരും. അപ്പോൾ മറ്റുള്ളവർ നോക്കും ആരാണ് ഈ VIP എന്ന്. അവരുടെ നോട്ടം കിട്ടുവാൻ വേണ്ടിയല്ല, നീ അപമാനിതനാകാതിരിക്കാൻ വേണ്ടിയാണ്. കേരളത്തിൽ എനിക്ക് തോന്നി കഴിഞ്ഞ ഒരു 10-15 വർഷമെങ്കിലുമായിട്ട് ഒരു പ്രയോഗമുണ്ട്, നീ എന്താണ് പ്രാഞ്ചിയേട്ടനെ പോലെ. ഏതോ ഒരു കഥയിലെ ഒരു കഥാപാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രാഞ്ചിയേട്ടൻ. എന്താ പ്രാഞ്ചിയേട്ടൻ? കുറേ പണമുണ്ട്, ആ പണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടുകളാണ്. എനിക്കൊരു പത്മശ്രീ കിട്ടണം, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും ഒരു അവാർഡ് കിട്ടണം, അങ്ങനെ ആഗ്രഹിക്കുന്നവൻ്റെ ചുറ്റും ആള് കൂടും, ഇവനെ പൊക്കി വെക്കും. അപ്പോൾ അവസാനം അവൻ തന്നെ വലിയ ആളാണെന്ന് വിചാരിക്കും. പക്ഷെ വലിയവർ വരുമ്പോൾ അവൻ സ്ഥാനങ്ങളിൽ നിന്ന് പിന്തള്ളപ്പെട്ട് ഒടുവിൽ ഈ കളത്തിന് പുറത്തേക്ക് തെറിച്ചു വീഴും. അതുകൊണ്ട് അപമാനിതൻ ആകാതിരിക്കുവാൻ നാം സ്വയം വിനയാന്വിതരായിത്തീരും. കർത്താവ് പഠിപ്പിക്കുന്ന പാഠം അതാണ്. പരിശുദ്ധ പരുമല തിരുമേനി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള പാഠം അതാണ്. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള 2 പരിശുദ്ധ പിതാക്കന്മാരുടെ ഓർമ്മ ജൂലൈ 11, 12 തീയതികളിലായി പരിശുദ്ധ സഭ ആഘോഷിച്ചു. ഒന്നാമത്തെ വ്യക്തിത്വം പരുമല സെമിനാരി ഉൾപ്പെടെയുള്ള അനേക സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാൻ ദൈവകൃപയാൽ കാരണമായി തീർന്ന, ഇവിടെ ആ ഫോട്ടോയിൽ നാം കാണുന്ന, ഛായാചിത്രത്തിൽ കാണുന്ന സഭാ തേജസ് പുലിക്കോട്ടിൽ ജോസഫ് ദിവനാസിയോസ് പട്ടികയിൽ
അഞ്ചാമനായിട്ടുള്ള തിരുമേനി അദ്ദേഹമാണ്. പരുമല തിരുമേനിയെയും വട്ടശ്ശേരിൽ തിരുമേനിയും ഒക്കെ റമ്പത്വത്തിലേക്ക്, സന്യാസത്തിലേക്ക് ഉപനസിക്കുന്ന പിതാവാണ് എന്ന് ഓർക്കണം. ഒരുപാട് അപമാനിതനായിട്ടുണ്ട് സഭയ്ക്ക് വേണ്ടി. അവിടെയെല്ലാം ക്ഷമാപൂർവം, പ്രാർത്ഥനാപൂർവം തൻ്റെ പ്രിയ ശിഷ്യരായിരുന്ന ഈ രണ്ട് പരിശുദ്ധന്മാരോടും, അമ്പാച്ചന്മാരെ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ കോടതിയിലേക്ക് പോവുകയാണ്, ഈ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പഴയ സെമിനാരിയിൽ അടങ്ങിയിരിക്കുന്ന പുലിക്കോട്ടിൽ ജോസഫ് ദിവനാസിയസ് ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ പോകുവാൻ നിയമം അനുവദിക്കുമ്പോൾ, പലപ്പോഴും പഴയ സെമിനാരി പൂട്ടിയിട്ട കാലമാണ്, എന്നാൽ നിയമം അനുവദിക്കുമ്പോൾ അവിടെ പോയി ആ കബറിൽ പ്രാർത്ഥിച്ച് ഈ സഭയ്ക്ക് വേണ്ടി അപമാനിതനായ പിതാവാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ ആകുമ്പോഴേക്കും ആ അപമാനത്തിൽ നിന്ന് അദ്ദേഹം ഏറെ വിജയശ്രീലാളിതനായി തീർന്നു. അപ്പോഴും അദ്ദേഹം അഹങ്കരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അന്ത്യ കൽപ്പനയിൽ പറയുന്നത്, ഈ സഭ വേദവിപരീതികളുടെ ഒരു ഭാഗത്തേക്ക്, അതിൻ്റെ ഒരു ഭാഗം നവീകരണം എന്ന പേരിൽ ചാഞ്ഞുപോയതിൽ ഞാൻ ദുഃഖിതനാണ്. എൻ്റെ ജീവിതത്തിലെ, സഭാജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി അത് അവശേഷിക്കുമെന്ന് പറയും. എന്നോട് വാക്കുകളെ ദീർഘിപ്പിക്കുകയല്ല. പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവ തിരുമേനിയുടെ 3ാമത് ഓർമ്മ പെരുന്നാൾ നാം ആഘോഷിക്കുകയാണ്. 2017 ജൂലൈ 3 മലങ്കര സഭയുടെ സമ്പൂർണ്ണ സമാധാനത്തിൻ്റെ വലിയ ഉത്തരവ് വന്നപ്പോൾ, ദാറ്റ് വാസ് ദ ഗോൾഡൻ ജഡ്ജ്മെന്റ്. അത് ഏതെങ്കിലും ഒരു ഭാഗത്തിന് വേണ്ടിയല്ല. മലങ്കര സഭ ഒന്നാണ്. അത് സർവതന്ത്ര സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, സ്വയം ശീർഷകത്വമുള്ള സഭയാണ്. ഈ കാര്യങ്ങൾ ഒരിക്കൽ കൂടെ കോടതി അസന്നിഗ്ധമായി പറഞ്ഞപ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ അശേഷം തയ്യാറില്ലാതെ അതിനെ മറുതളിക്കുകയും പകരം ഈ പിതാവിനെ ഏറ്റവും ലോകത്തിൻ്റെ മുന്നിൽ അപഹസിക്കുകയും ചെയ്തവരുടെ ഒരു കൂട്ടമുണ്ട്. പിതാവ് യാത്ര പറയുമ്പോൾ അദ്ദേഹത്തിന് അടുത്ത് നിന്നവരിൽ ഒരുവനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിഷമം, ഇത്ര നല്ലൊരു വിധിയുണ്ടായിട്ടും ഈ സഭ ഒന്നായി നിൽക്കുവാൻ, പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ മക്കളാണ് എന്ന് ഉള്ള ആത്മധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയാതെ അടിമത്വത്തെ പേറിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹം ഇന്നും നിലനിൽക്കുന്നുവല്ലോ എന്നുള്ള സങ്കടമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. നാം ഓർക്കേണ്ടുന്നത്, കാലങ്ങൾ സകലത്തെയും തിരിച്ചറിയും. മലങ്കര സഭ എപ്പോഴും ധന്യതയിൽ നിൽക്കും. പക്ഷേ അതിനാവശ്യമുള്ളത്, ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവും നമ്മെ പഠിപ്പിക്കുന്നത്, നാം വിനയപ്പെടുക, നാം താഴ്മപ്പെടുക, നാം ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങൾ പറയുക. നമ്മിൽ നന്മയുണ്ട് എങ്കിൽ നമുക്ക് ലഭിക്കുന്നത് നന്മയായിരിക്കും. കർത്താവ് അത് പഠിപ്പിക്കുന്നുണ്ടല്ലോ. നീ നന്മ വിതയ്ക്കുന്നുവെങ്കിൽ നന്മ കൊയ്യുവാൻ നിനക്ക് സാധിക്കും. തിന്മയെ കാണുമ്പോൾ ആ തിന്മയില്ലാതായിത്തീരുവാൻ, തിന്മ നന്മയായിത്തീരുവാൻ, ആരെയും ഇല്ലാതാക്കുവാനല്ല. പാപയെ ഞാൻ സ്നേഹിക്കുന്നു, പാപത്തെ ഞാൻ വെറുക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് തിന്മയില്ലാതായിത്തീരുവാൻ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടിയാണ് നമുക്ക് ഉള്ളത് എന്ന് ഓർപ്പിക്കുന്നു. ഗോൾഡൻ വേർഡ്സ് ഓഫ് അവർ ലോർഡ് എന്ന് പറയുന്ന ഒരു വാക്യം ഇതിൻ്റെ ഒടുവിലുണ്ട്. അതൊരാപ്തവാക്യമായി മനസ്സിനകത്തേക്ക്, സുവിശേഷം വായിച്ചാൽ പോരാ, നാം സുവിശേഷമായിത്തീരണം. ഞാൻ എന്നോട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് മനസ്സിനകത്തേക്ക് ആ വാക്യം എടുക്കാം. കർത്താവ് പറയുകയാണ്, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. താഴ്മയിൽ വസിക്കുവാൻ, അങ്ങനെ ദൈവീകമായ ഔന്നത്യം പ്രാപിക്കുവാൻ ഈ പരിശുദ്ധൻ്റെ മാധ്യസ്ഥം, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ മാധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് കോട്ടയും കൂട്ടും കാവലുമായിരിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുക.